എനിക്ക് മുണ്ടുടുക്കാനും അറിയാം, മലയാളത്തിൽ തെറി പറയാനും അറിയാം. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കണ്ണൂരിൽ പറഞ്ഞതാണ്. എന്താണ് സാർ അദ്ദേഹം ഇത്രയും പ്രകോപിതനാകാൻ കാരണം? ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവും BJP കേരളത്തിൽ പിടിക്കാൻ പോകുന്ന സ്പേസും കണ്ടിട്ട് അന്താളിച്ച് നിൽക്കുകയാണ് കേരളത്തിലെ രണ്ട് പരമ്പരാഗത മുന്നണികളും അവരുടെ അമരക്കാരും. VD സതീശനാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. കാരണം കോൺഗ്രസ്സിന് വലിയ നഷ്ടം ഉണ്ടാകാൻ പോവുകയാണ്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട്, വളരെ ശക്തമാണ്. അതുണ്ടെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറേണ്ടത് സ്വാഭാവികമായും പ്രതിപക്ഷത്തിരിക്കുന്ന UDF കോൺഗ്രസ്സാണ്. പക്ഷേ അവർക്ക് അതിൻ്റെ ഗുണം മുഴുവനായി കിട്ടാൻ പോകുന്നില്ല, നഷ്ടക്കച്ചവടത്തിലേക്ക് പോവുകയാണ്. അതിൽ നല്ലൊരു പങ്ക് BJP കൊണ്ടുപോകും. അപ്പോൾ പിണറായി വിജയൻ വീണ്ടും ഹാട്രിക് അടിക്കുകയും ചെയ്യും. ഇതായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് 26-ലെ രീതി. പിന്നെ മുണ്ടൊടുക്കാൻ അറിയില്ല, മലയാളം പറയാൻ അറിയില്ല എന്നൊക്കെ ഈ തരം താണ രീതിയൊക്കെ VD സതീശന് എന്താണിത്? ശശി തരൂർ 2009 ഇവിടെ മത്സരിക്കാൻ വരുമ്പോൾ എല്ലാവരും പറഞ്ഞു നടന്നു, കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ. കോൺഗ്രസ്സുകാർക്ക് അന്നും തരൂരിനോട് യോജിപ്പില്ല. ഇങ്ങേര് എവിടുന്ന് വരുന്നു, ഇതാരാണ്, ഇയാൾക്ക് മലയാളം അറിയത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അന്ന് സുകുമാർ അഴീക്കോട് പോലും അദ്ദേഹത്തെ ആക്ഷേപിച്ചു, മലയാളം അറിയാത്ത. അതിന് തരൂർ ഒരു നല്ല മറുപടി പറഞ്ഞു. ഡൽഹിയിൽ ചെന്ന് പാർലമെന്റിൽ മലയാളത്തിൽ പറഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കില്ല, അവിടെ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ വേണം പറയേണ്ടത്, ഇത് രണ്ടും എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെയായിരുന്നു തരൂർ അന്ന് കൊടുത്ത മറുപടി. പക്ഷെ തരൂർ തിരുവനന്തപുരത്തിൻ്റെ കാര്യം ഇംഗ്ലീഷിലും പറഞ്ഞില്ല, മലയാളത്തിലും പറഞ്ഞില്ല കേട്ടോ. അതങ്ങനെയാണ്. 2009 അത് ജയിച്ചു, 14 ജയിച്ചു, 19 ജയിച്ചു, 24 4 തവണയായിട്ട് ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇനി ഇല്ല എന്ന്. ആയിരിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു പോയിട്ടുള്ള ഒരു MP-മാരും പാർലമെൻറ്റിൽ ഒന്നും വേണ്ടിയിട്ടില്ല. എത്ര MP-മാർ വന്നിട്ടുണ്ട്? ഇപ്പോൾ ചോദിക്കും തിരുവനന്തപുരം അങ്ങ് വളർന്ന് വലുതായല്ലോ, ഒന്ന് വിഴിഞ്ഞം വന്നു, അത് വന്നു, ഇത് വിഴിഞ്ഞമൊക്കെ ആരുടെ? ഇത് 2014 മുതൽ ഇങ്ങോട്ട് മോദി സർക്കാർ വന്നതിന് ശേഷം ഉള്ള ഒരു കുതിപ്പാണ് ഇങ്ങോട്ട് കണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള ഇവരുടെ പ്രശ്നം ഇതാണ്. BJP കേരളത്തിൽ ഇടം പിടിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ 2024 മത്സരിച്ചു. അദ്ദേഹം എല്ലാ മണ്ഡലങ്ങളിലെ എല്ലാ ഇടങ്ങളിലും അവിടെ അദ്ദേഹം എത്തി. മലയാളത്തിലാണല്ലോ സംസാരിച്ചത്. മലയാളത്തിലൊന്നും ഒരു കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തരൂരിനെയും രാജീവ് ചന്ദ്രശേഖരനെയും കൂടെ നിർത്തിക്കൊണ്ട് നന്നായിട്ട് മലയാളം സംസാരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. അത് പോട്ടെ, അതൊന്നും അല്ലൊരു വിഷയമാക്കേണ്ടത്. മുണ്ട് കൊടുക്കാൻ അറിയില്ല അല്ലേ? മുണ്ട് തന്നെ കൊടുക്കണമെന്നില്ലല്ലോ. ഇപ്പോൾ മുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ യഥാർത്ഥ നേതാവാകണമെന്നോ ഒന്നുമില്ലല്ലോ. അതെങ്ങനെയും ആകട്ടെ, നമ്മുടെ ജനത്തിൻ്റെ ആവശ്യങ്ങളല്ലേ നടക്കേണ്ടത്. അതിലല്ല മുണ്ടെടുത്തോ പാൻ്റ് ഇട്ടോ എന്നൊന്നും അറിയേണ്ട കാര്യമില്ല. കോൺഗ്രസ്സുകാർ ഇത്രയും കാലം മുണ്ടെടുത്തോണ്ട് എന്ത് നടന്നു? മുണ്ടെടുത്ത് പെരിപ്പിച്ച് നടക്കാൻ മാത്രം കോൺഗ്രസ്സുകാർക്ക് അറിയാം. ഖദർ ഇങ്ങനെ ഇട്ട് പെരിപ്പിച്ച് നടക്കും. പണ്ട് ഖദറൊക്കെ ഇങ്ങനെ ഈ പിഞ്ഞ ഖദറും അതിന് പോക്കറ്റിലൊരു 100-ൻ്റെ നോട്ടും ഒക്കെ ഇട്ട് തള്ളി നടക്കും. കുറേ അമൂൽ ബേബികളൊക്കെ ഉണ്ട്. കോൺഗ്രസ്സുകാർ മൊത്തം അതാണെന്ന്. അല്ലാതെ എന്തെങ്കിലും കാര്യം ഇവരെ കൊണ്ടുണ്ടായിട്ടുണ്ടോ കോൺഗ്രസ്സുകാരെ കുറിച്ച്? ഇനിയിപ്പോൾ നോക്കിക്കോ, എല്ലാം ഇറങ്ങും അങ്ങോട്ട്. പെട്ടിയെടുപ്പുകാരന്മാരും എല്ലാം അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങും. ഈ കേരളത്തിൽ ഇവന്മാർ ഗുണം പിടിക്കാൻ പോകുന്നില്ല, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം BJP ഉണ്ടാക്കുന്ന ഒരു സ്പേസാണ് ഇവർക്ക് വലിയ ബുദ്ധിമുട്ട്. ക്രൈസ്തവ വിഭാഗത്തെ മുഴുവൻ ഇങ്ങോട്ടേക്ക് ചേർത്ത് നിർത്തിയില്ലേ? പ്രത്യേകിച്ച് വഖഫ് ഭേദഗതി ബില്ലിലൂടെ ചിലർ പറഞ്ഞ് ക്രൈസ്തവ വോട്ടുകൾ പിളർത്തുമെന്ന്. പിളർത്തിയിട്ട് ഒരു ഭാഗം എവിടെ പോവും? CPM പോവും? ഇല്ല. UDF പോവോ? പണ്ട് കാലത്ത് നമ്മൾ ക്രൈസ്തവ വോട്ടുകൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അത് കോൺഗ്രസിലേക്ക് തന്നെയാണ്. ക്രിസ്ത്യാനിയാണോ? നിങ്ങളുടെ വോട്ട് കോൺഗ്രസിനാണ്. അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ പണ്ട് ഈ പെരുന്നേലെ പോപ്പ് പറയുന്നതനുസരിച്ചാണ് കേരളത്തിലെ നായന്മാരെല്ലാം വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും വോട്ട് ചെയ്യുമോ? പോകാൻ പറയും അല്ലേ?
ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. അതാണ് ജനം ആഗ്രഹിക്കുന്നത്. അതാണ് പുതിയ തലമുറയും ആഗ്രഹിക്കുന്ന കാര്യം, അല്ലാതെ മറ്റൊരു രാഷ്ട്രീയമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് BJP ഇവിടെ വികസിത കേരളം എന്നുള്ള ഒരു മുദ്രാവാക്യവുമായിട്ട് ഇപ്പോൾ കേരളം മുഴുവൻ അവർ സഞ്ചരിക്കുകയാണ്. അത്തരത്തിലാണ് ഈ താഴെത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട നേതാക്കളും ആരുമായിട്ട് രാജീവ് ചന്ദ്രശേഖർ സംവദിക്കുകയാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ തന്നെ നമ്മുടെ ഇവിടെ ഈ സ്റ്റുഡിയോയിൽ വന്ന് നമുക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമായി പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അല്ലാതെ ഈ സതീശൻ പറയുന്നത് പോലെ മുണ്ടെടുക്കാൻ അറിയില്ല, ഇതൊക്കെയാണോ പറഞ്ഞ് നേരിടേണ്ടത്? ആ ലൂസിഫർ സിനിമയിലെ ഡയലോഗ് അതേപടി ആവർത്തിക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു വർത്തമാനമല്ല VD സതീശനും ഒന്നും രാഷ്ട്രീയമായി എതിരിടണം. ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ച് അതിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വേണം ജനങ്ങളോട് ഇടപഴകാൻ. അങ്ങനെ വേണം രാഷ്ട്രീയം പ്രവർത്തിക്കാൻ. അല്ലാതെ ഈ എതിർ ചേരിയിലുള്ളവരുടെ എതിർ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആൾക്കാരെ വ്യക്തിപരമായി തേജോവധം ചെയ്യുക, അവരെ മോശക്കാരാക്കി കാണിക്കുക, അത് നല്ലൊരു ശൈലിയല്ല. ഈ VD സതീശൻ അവരുടെ നേതാവുണ്ടല്ലോ, മൂത്ത നേതാവ് രാഹുൽ ഗാന്ധി എന്തോ പറയേണ്ടി വരും. കോടതികൾ തോറും മാപ്പ് പറഞ്ഞ് നടക്കുകയാണ്. ഇപ്പോൾ ഒരു ലക്കും ലഗാനും ഇല്ലാതെ നടക്കുന്ന ഒരു ചെക്കനാണത്. ചെക്കനെന്നൊന്നും പറയാൻ പറ്റത്തില്ല, വയസ്സ് 54 ലക്കും ലഗാനും ഇല്ലാതെ നടക്കുക. എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. കോമാളിയാണെന്ന് ചോദിച്ചാൽ കോമാളിയല്ല. ഒരുതരം പാർലമെന്റിലൊന്നും പറ്റിയതല്ല രാഹുൽ ഗാന്ധി ഒന്നും. നമ്മുടെ റഹീമിന്റെ ഒക്കെ കാറ്റഗറിയാണ്. ഒരു പ്രതിപക്ഷ നേതാവിന് വേണ്ടുന്ന ഒരു പ്രതിപക്ഷ നേതാവ് കസേരയിലൊന്നും ഇരിക്കാൻ യോഗ്യതയില്ലെന്നുള്ളതാണ്. പ്രശാന്തൻ അറിയാമല്ലോ, ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് AK ഗോപാലൻ പ്രതിപക്ഷ നേതാവായിരുന്നിട്ടില്ലേ? ഇല്ലേ? അദ്ദേഹം ഈ ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവ് ആയിരുന്നില്ലെങ്കിലും പക്ഷെ അദ്ദേഹത്തിന്റെ ശബ്ദം പ്രതിപക്ഷ നേതാവിൻ്റെതായിരുന്നു. നെഹ്റു പോലും അതിന് കാത് കൂർപ്പിച്ചിരുന്നു. നെഹ്റു പ്രസംഗം കേൾക്കാനായിട്ട് ഇരിക്കുമെന്നാണ് പറയുന്നത്. അല്ല, അത് വാജ്പേയിയും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അന്ന് വളരെ ചെറുപ്പമാണ്, പക്ഷെ ഏറ്റവും പിൻബെഞ്ചിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. പക്ഷെ അന്ന് ഈ വാജ്പേയി പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ നെഹ്റു ശ്രദ്ധിച്ച് കേൾക്കും. അദ്ദേഹത്തെ ചിലപ്പോഴൊക്കെ അഭിനന്ദിച്ചിട്ടുണ്ടെന്ന് വരെ വാജ്പേയി പറയുന്നു. എനിക്കതിൻ്റെ അന്നത്തെ വിശദാംശങ്ങളൊന്നും അറിയില്ല. ഒരു പാണ്ഡിത്യത്തിൻ്റെ ശബ്ദമല്ലേ വാജ്പേയിയിൽ നിന്നൊക്കെ വരുന്നത്, കവിതാശകലങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള അങ്ങനത്തെ പ്രതിപക്ഷ നേതാക്കളെ കണ്ട ഇന്ത്യയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ മുണ്ടുടുക്കലും ഇതുമൊക്കെ വിഷയം. മലയാളം അറിയാമോ, ഇതൊക്കെ എന്ത് മോശപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാക്കൾക്ക് ഈ ഒരു സംസ്കാരം നല്ലതല്ല. പണ്ട് കാലത്ത് നമ്മുടെ ഈ നേതാക്കന്മാരുടെയൊക്കെ ഇപ്പം നിയമസഭാ പ്രസംഗങ്ങളൊക്കെ ഉണ്ട്, പുസ്തക രൂപത്തിലൊക്കെ ഇറങ്ങും. പഴയതൊക്കെ ആണെങ്കിൽ വായിച്ച് നമുക്ക് എടുത്താൽ അതിനകത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഇപ്പോഴത്തെ നിയമസഭാ പ്രസംഗങ്ങൾ വായിച്ചാൽ എന്ത് കിട്ടാനാണ്? സാർ, ഞാനത് ഓർക്കുന്നു. പണ്ട് ഈ ആര്യാടൻ മുഹമ്മദ് പ്രസംഗിക്കാൻ എഴുന്നേക്കും. അദ്ദേഹം ഒരു ബുക്ക് ഉയർത്തി കാണിച്ച്, സാർ ഭരണഘടനയിൽ ഇത്ര പേജ്, ഇത്ര അനുച്ഛേദം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കും. ഒരു പക്ഷേ ഈ കയ്യിലിരിക്കുന്ന ബുക്ക് ഭരണഘടനയൊന്നും ആയിരിക്കില്ല, പക്ഷെ ആ പറഞ്ഞ പോയിന്റുകളെല്ലാം കറക്റ്റ് ആയിരിക്കും. എല്ലാവരും ചെവി കൂർപ്പിക്കും. പത്രക്കാരൊക്കെ ഇങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ മുന്നോട്ട് ആഞ്ഞിങ്ങനെ എഴുതാനായിട്ടിരിക്കും. കാരണം ആര്യാടൻ മുഹമ്മദ് എന്തെങ്കിലും ഒരു പുതിയ പോയിന്റ് അതിൽ നിന്ന് പറയും. TM ജേക്കബിന്റെ നിയമസഭാ പ്രസംഗങ്ങൾ പുസ്തക രൂപത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, നമ്മുടെ സുധാകരന്റെ ഒക്കെ പ്രസംഗം, സുധാകരൻ ഇത്തിരി കുത്തും കോളും ഒക്കെ വെച്ച് പറയും, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ആര്യാടൻ എന്ന് പറയുന്നത് വലിയ കക്ഷിയല്ലേ? അതെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന് മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്. മതേതര സ്വഭാവമുണ്ട്. അവിടുത്തെ മുസ്ലിം ലീഗിനെയൊക്കെ അപ്പോൾ എന്തായാലും ഇപ്പോ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന് ഒരു ചീത്തക്കാലമാണെന്ന് തോന്നുന്നു. അല്ല, കോൺഗ്രസ് വിരളി പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ വന്നത് രണ്ട് മുന്നണികൾക്കും ഒരുപോലെ തലവേദനയാണ്. രണ്ടുപേരും ആശങ്ക. സുരേന്ദ്രൻ ഇരുന്ന കാലമൊന്നും അല്ല ഇത്. പാർട്ടി വേറൊരു ലൈനിലൂടെ പ്രവേശിച്ച് കഴിഞ്ഞു. BJPക്ക് ഇനിയാണ് കേരളത്തിൽ ഒരു വേരോട്ടം കൂടുതൽ ഉണ്ടാകാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.